നമ്മളിന്നിവിടെ സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ സേമിയ, ഇതിൽ പഞ്ചസാരയുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ കശുവണ്ടിയുടെ പരിപ്പ്, പിന്നെ എന്താണ് നമ്മൾ ഇതിൽ ചേർക്കാൻ ഏലക്ക വാങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ മുന്തിരി, ഉണക്കമുന്തിരി, പിന്നെ നമ്മുടെ കടല വാങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ നമ്മൾ ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൽ അടുപ്പയിലിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമുക്കതിലോട്ട് സേമിയ ചേർത്ത് കൊടുക്കാൻ പോവാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കട്ട പിടിക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർക്കുകയാണ്. നമ്മളിതോടെ ചേർത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇവിടെ നമ്മുടെ പാൻ വെച്ചിട്ട് നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം വറുത്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാൻ. അതിലോട്ട് നമുക്ക് ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നെയ്യ് ഒന്ന് ചൂടാകട്ടെ. ചൂടായി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഐറ്റങ്ങളെല്ലാം ഇട്ട് മൂപ്പിച്ചെടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ കടല നല്ലപോലെ മൂത്ത് വരട്ടെ. കടല കപ്പലണ്ടി എന്ന് ഇവിടെ പറയും. കളറ് മാറി വരുന്നുണ്ട്. നല്ലപോലെ ബ്രൗൺ കളറാകണം. കളറ് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറു തീയിൽ നമ്മൾ മൂപ്പിച്ചെടുക്കണം. അടുത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ റോസ്റ്റ് ആകട്ടെ. അടുത്ത് നമ്മൾ മുന്തിരി ചേർക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് മുന്തിരി ചേർക്കുന്നത് മുന്തിരി പെട്ടെന്ന് ഇതായി പോകും, കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലാസ്റ്റ് മുന്തിരി ചേർത്തിടുന്നത്. ഇവിടെ നമ്മുടെ ഇത് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുന്തിരിയെല്ലാം നല്ലപോലെ വീർത്ത് റോസ്റ്റായി വന്ന് അണ്ടിപ്പരിപ്പെല്ലാം കരിഞ്ഞു പോകാതെ തീ കുറച്ച് വെച്ച് ചെയ്യണം. നമ്മുടെ ഏലക്ക ഒന്ന് ചതച്ചെടുക്കുക. നമ്മളെപ്പോഴും പായസം ഉണ്ടാക്കുന്ന സമയത്ത് കൈവിടാതെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം. നമ്മളിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാൻ പോവാണ്. ഏലക്ക ചതച്ചത്, പൊടിയല്ല.
നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്, നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ മണവും സ്ട്രക്ചറും എല്ലാം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇത് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ അന്നേരം അണ്ടിപ്പരിപ്പും കടല, കപ്പലണ്ടി, മുന്തിരി എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യിൽ വഴറ്റിയത്. നമ്മുടെ പായസത്തിൻ്റെ പണി ഇവിടെ തീരുകയാണ്. ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ അതിൻ്റെ സ്ട്രക്ചർ. നമ്മുടെ പപ്പായ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. സേമിയ സൂപ്പർ, നല്ല കപ്പലണ്ടി, നട്ട്സ്, ഏലക്ക, എല്ലാ ചേരുവകളും നല്ലപോലെ ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു ഉൽപ്പന്നമാണ്.